മോദി കാ ഗ്യാരണ്ടി പലരെയും വിരളി പിടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മുദ്രാവാക്യം. പക്ഷേ എന്തുകൊണ്ട് മോദി കാ ഗ്യാരണ്ടി എന്നും അത് പറയാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള യോഗ്യതയും എന്താണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. 2014 തിരഞ്ഞെടുപ്പ് അത് പ്രതീക്ഷയുടെ തിരഞ്ഞെടുപ്പായിരുന്നു. ജനങ്ങൾ മാറ്റത്തിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത്. മോദി അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നത് ജനങ്ങളെ ഭരിക്കാനല്ല, മറിച്ച് സേവിക്കാനാണ്. ഒരു സാധാരണ പൗരൻ ചെയ്യുന്നതിലും കൂടുതൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെതായ കാഴ്ചകൾ എതിരാളികൾ പോലും അംഗീകരിച്ചു. 2014 BJP അധികാരത്തിൽ വന്നത് പ്രതീക്ഷയുടെ കാര്യമാണെങ്കിൽ 2019 വിശ്വാസത്തിൻ്റെതായിരുന്നു. ജനങ്ങൾ മോദിക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് മോദി സർക്കാരിന് ബോധ്യമായി. എന്നാൽ 2024 2 തവണ ജനങ്ങളെ സേവിച്ചതിൻ്റെ അനുഭവം അത് ഉൾക്കൊണ്ട് ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് ഉറപ്പാണ്, മോദിയുടെ ഉറപ്പ്. ഇനി പറയൂ, മോദി കാ ഗ്യാരണ്ടി ആ മുദ്രാവാക്യത്തിൻ്റെ കരുത്ത് എത്രയാണെന്ന്. ഞാൻ ജനങ്ങളെ സേവിക്കുന്ന ഒരു സേവകനാണെന്നും അവരെ ഭരിക്കുന്ന ഭരണാധികാരി അല്ല എന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിലാണ് താൻ ഇരിക്കുന്നത്. എന്നാൽ ഒരുവിധ അധികാരമോ സ്ഥാനമാനങ്ങളോ ഒന്നും താൻ ആസ്വദിക്കുന്നില്ല. താനോ തൻ്റെ പാർട്ടിയോ 2024 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നും അത് രാജ്യത്തെ ജനങ്ങൾ ആരംഭിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു സംരംഭമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ അസ്ഥിരമായ നിരവധി സർക്കാരുകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരം സർക്കാരുകൾ രാജ്യത്തിന് ഗുണത്തെക്കാളേറെ ചെയ്തത് ദോഷമാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ വീക്ഷണം ഒന്നിനും കൊള്ളില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു സ്ഥിരതയുള്ള സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു രാജ്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങൾ കാണുകയായിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയല്ല. ഈ തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമല്ലാതെ മറ്റൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ തൻ്റെ ചിത്രം വയ്ക്കണം എന്ന നിബന്ധനയിലുള്ള വിശദീകരണവും അദ്ദേഹം നൽകി. തൻ്റെ ചിത്രം വയ്ക്കാൻ വേണ്ടിയല്ല ആ നിബന്ധന കൊണ്ടുവന്നത് എന്നും പദ്ധതിയുടെ ലോഗോ പ്രകാരമുള്ള രീതിയാണ് അത് എന്നും മോദി വിശദമാക്കി. തൻ്റെ നിലപാട് ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. PM ആവാസ് യോജന എന്ന പദ്ധതിയുടെ ലോഗോ അത് വളരെ പ്രധാനമാണ്. അത് പ്രധാനമന്ത്രിയുടെ പേരിൽ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ്. അതേ പേരിൽ തന്നെയാണ് പദ്ധതിക്ക് പണം അനുവദിക്കുന്നത്. ആ സ്കീം പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ആ പദ്ധതിയുടെ ലോഗോ പ്രദർശിപ്പിക്കും. അത് സ്ഥാപിച്ചില്ല എങ്കിൽ CAG ഓഡിറ്റ് സമയത്ത് അത് പ്രശ്നമാകുമെന്നും അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിബന്ധന വെച്ചത് എന്നും മോദി പറയുന്നു. ഇതൊരു വ്യക്തിയുടെ പേരിൻ്റെ മാത്രം കാര്യമല്ല എന്നും മോദി കൂട്ടിച്ചേർത്തു. നേരത്തെ മുതൽ പ്രധാനമന്ത്രിയുടെ പേരിൽ തന്നെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കുന്നത് എന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നും മോദി പറഞ്ഞു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഇത് ആരോഗ്യമേഖലയിലെ പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് പേരിട്ടപ്പോൾ കേരളം വാശി പിടിച്ചത് മന്ദിർ എന്ന പേര് വെക്കില്ല എന്നാണ്. മന്ദിർ എന്ന പേരിൽ എന്താണ് പ്രശ്നമെന്നും അമ്പലം എന്ന അർത്ഥത്തിലല്ല മന്ദിർ എന്ന പേര് വെച്ചത് എന്നും ഗുജറാത്തിലൊക്കെ കോടതിക്ക് ന്യായ് മന്ദിർ എന്നും സ്കൂളുകൾക്ക് ബാൽ മന്ദിർ എന്നാണ് പറയുന്നത് എന്നും മോദി പറഞ്ഞു. ഇത്തരത്തിൽ വെറുപ്പ് വ്യാപിപ്പിക്കുന്ന രീതി ശരിയല്ലെന്നും മോദി വിമർശിച്ചു. കേരളത്തിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിലും മോദി നയം വ്യക്തമാക്കിയിരുന്നു. കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും പണം നഷ്ടമായവർക്ക് തുക തിരികെ ലഭിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നും മോദി വ്യക്തമാക്കി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടും കുടുംബത്തോടും കേന്ദ്ര സർക്കാർ മൃദു സമീപനം കാണിക്കുന്നു എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെയും മോദി തള്ളിക്കളഞ്ഞു. ED രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചു. ആ പ്രചരണം കള്ളമാണ് എന്നും ED അടക്കമുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നും മോദി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ദക്ഷിണേന്ത്യയിൽ സീറ്റും വോട്ട് ഷെയറും വർദ്ധിപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.